ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ഈ ഹോളിവുഡ് മൂവീസ് മലയാളം ഡബ്ബ് ഇപ്പോൾ വരുന്നില്ല, അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളെടുത്ത് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടലിലോട്ട് പോകുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസ്നിയുടെ സൈഡിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒഫീഷ്യൽ ഡബ്ബും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത്. എനിക്കൊന്ന് പണ്ട് നമ്മുടെ സോണിയുടെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, ഏതാ DVD അങ്ങനെയുള്ള സംഭവത്തിനകത്തൊക്കെ ഡബ്ബ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാർവൽ അല്ലെങ്കിൽ ഡിസ്നിയുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഒഫീഷ്യൽ ഡബ്ബ് കിട്ടിയത് നമ്മുടെ ബ്ലാക്ക് വിഡോ എന്നുള്ളൊരു മൂവി മുതലായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ വയസ്സിൽ അവർ ഡിസ്നി അല്ലെങ്കിൽ കമ്പനിക്കാർ ഇറക്കുന്ന ആ ഒരു ഒഫീഷ്യൽ ഡബ്ബ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കാണും. അല്ലാതെ സ്ട്രീമിംഗ് സർവീസിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു അത്യാവശ്യം ലോ ബഡ്ജറ്റിലൊക്കെയാണ് തുടക്കകാലങ്ങളിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം നല്ല രീതിക്ക് ഡബ്ബിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിലും. അപ്പം നമ്മുടെ ഡിസ്നിയാണ് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തിയേറ്ററിൽ നമ്മുടെ മലയാളം ഷോസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് അത് നേരെ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന സമയത്തായിരുന്നു അവർ മലയാളം ഓഡിയോ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മുടെ അവതാർ വേ ഓഫ് വാട്ടർ എന്നുള്ള പടം മാത്രമായിരുന്നു നല്ല രീതിക്ക് തിയേറ്ററിന് കിട്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ മലയാളം ഡബ്ഡ് ഹോളിവുഡ് മൂവി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ ആമസോൺ പ്രൈം വീഡിയോയുടെ സൈഡിലോട്ട് വരുവാണെങ്കിൽ അവർ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബോയ്സ്, അതേപോലെ തന്നെ റീച്ചർ, ഇങ്ങനെയുള്ള പല സീരീസുകളും മലയാളത്തിൽ ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മൂവീസ് ആയാലും സീരീസ് ആയാലും പ്രൈം വീഡിയോ നല്ല അടിപൊളി ലെവലിലാണ് അവർ ഡബ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി ഇപ്പോൾ പ്രൈം ഇറക്കിയതിൽ ഏറ്റവും പീക്ക് ഡബ്ബിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാൾ ഔട്ട് എന്നുള്ളൊരു സീരീസ് തന്നെയാണ്. അത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല പക്ക പെർഫെക്റ്റ് ഡബ്ബിംഗ് ആണ് ആ ഒരു സീരീസിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതേപോലൊരു ഡബ്ബിംഗ് ബോയ്സിന് കിട്ടണമായിരുന്നെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതിന് ആ ബോയ്സ് സീരീസിനകത്ത് വേറെ ടീമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിലും നല്ല സൗണ്ടിങ്ങും ആ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൈം വീഡിയോയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇപ്പോഴും ഇനിയും കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ അവർ ആ കൂടി 2 പ്രോജക്റ്റ് മാത്രമേ ഒഫീഷ്യലായിട്ട് അവർ ഡബ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേമാൻ എന്നുള്ളൊരു പടം, രണ്ടാമത്തെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ഓഫ് സ്റ്റോൺ എന്നുള്ള നമ്മുടെ ഗാൽ ഗഡോട്ടിൻ്റെ ഒരു പടമായിരുന്നു വന്നിട്ടുള്ളത്. ഇത് രണ്ടും മലയാളം ഡബ്ഡ് വേർഷൻ വരാനുള്ള ഒരു ഒറ്റ റീസൺ എന്ന് പറയുന്നത് അതിനകത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അവർ ഇനി വരുന്ന സംഭവങ്ങളൊന്നും മലയാളത്തിൽ ഇറക്കാൻ ഒരു സാധ്യതയും കാണുന്നുമില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് TVയിൽ വന്നിട്ടുള്ള ആ ഒരു ഡബ്ഡ് വേർഷൻ സോണി മൂവീസ് അവർ മലയാളം ഓടി ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് മൂവീസ് ഉള്ളത്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ ഡിസ്നിയുടെ സൈഡിൽ നിന്നുള്ള മിക്ക കണ്ടൻറ്റും കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ജിയോ സിനിമാസിലോട്ട് ഇനി ഒരു മൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ HBO കണ്ടൻറ്റും പീക്കോക്ക് ആ ഒരു സ്റ്റുഡിയോസിൻ്റെ കീഴിലൊക്കെ വരുന്നിട്ടുള്ള കണ്ടൻറ്റില്ല. ഇപ്പോൾ ജിയോ സിനിമ എന്നുള്ള ആ OTT പ്ലാറ്റ്ഫോമിനകത്ത് ഇപ്പോൾ കണ്ടന്റ് അവൈലബിൾ ഒക്കെ തന്നെയാണ്. അവരുടെ OTT റേറ്റും അതായത് പ്രൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവിൽ തന്നെയാണ്. ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു പർച്ചേസ് പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പണപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ മലയാളം എന്നുള്ളൊരു ഡബ്ബ് വേർഷൻ ഒഴിവാക്കിയിട്ട് മറാഠി, ബംഗാളി എന്നുള്ള എക്സ്ട്രാ 2 ലാംഗ്വേജ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇവർ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്നതിൽ ഭയങ്കര ലോ ക്വാളിറ്റി ഡബ്ബാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ മലയാളം കൂടെ വന്നിരുന്നെങ്കിൽ ആ ഒരു ചിത്തപ്പേരും കൂടെ കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ അവർ ചെറുതായിട്ട് അതിപ്പോൾ വോങ്ക അതേപോലെ തന്നെ ചില മൂവീസൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഡബ്ബിംഗ് ക്വാളിറ്റി അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഗെയിം ഓഫ് ത്രോൺസ്, അതേപോലെ ഇനി വരാൻ പോകുന്ന ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ്, ഇങ്ങനെയുള്ള പല സീരീസുകളും മലയാളം ഒഴിച്ച് ബാക്കി ലാംഗ്വേജ് കന്നഡ എല്ലാം വരുന്നുണ്ട്, മലയാളം മാത്രമാണ് അവർ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊരു വല്ലാത്തൊരു പണിയായിപ്പോൾ എന്നാണെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് ഒഫീഷ്യലി നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയുടെ സൈഡിൽ നിന്ന് മാത്രമേ ഒഫീഷ്യൽ മലയാളം ഡബ്ബും കാര്യങ്ങളും അവർ റിലീസ് ചെയ്യുന്നിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം അവരെ പോയി സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ എടുത്ത് പറയത്തുള്ളൂ. കാരണം അവരും കൂടെ ഇത് നിർത്തി കഴിഞ്ഞാൽ ഇനി വേറെ ഒറ്റ പ്ലാറ്റ്ഫോം ഇല്ല, അതായത് ഇത്ര നല്ല രീതിക്ക് ഡബ് ചെയ്ത് ഇറക്കാൻ പോകുന്നത്. ജിയോയുടെ കാര്യം നോക്കണ്ട, വന്നാലും അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷേ അവർ ഇറക്കുമെന്ന് തോന്നുന്നതുമില്ല. പക്ഷേ ഇപ്പം നമുക്ക് ആ കൂടിയുള്ള അവസാനത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആമസോൺ പ്രൈം വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം ഈ ടെലിഗ്രാം പരിപാടി ഒഴിച്ച് മാറ്റിയിട്ട് നിങ്ങൾ അത് 1 മാസത്തെ 2 മാസത്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങാൻ ട്രൈ ചെയ്യണം. കാരണം അതിൽ കൂടെ കണ്ടാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ അവർ മലയാളം ഡബ്ഡ് വെർഷനൊക്കെ നല്ലോണം ആഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അതിനകത്തും വ്യൂസ് ഇല്ലെങ്കിൽ അവർ ആ ഒരു മാക്സിമം അവരുടെ ബഡ്ജറ്റ് കുറയ്ക്കാനേ നോക്കത്തുള്ളൂ. കാരണം വ്യൂസ് ഇല്ലാതെ വെറുതെ ആർക്കും വേണ്ടാത്ത മലയാളം ഡബ്ബ് അവർ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരും ഇത് ഒഴിവാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മാക്സിമം അവർ ഇട്ടിട്ടുള്ള മിക്ക മലയാളം ഡബ്ഡ് വെർഷൻ സീരീസ് ആയാലും മൂവീസ് ആയാലും മാക്സിമം കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം. അല്ലാതെ വേറെ ഒറ്റ ഓപ്ഷനും ഇല്ല. ഇപ്പോൾ ജിയോയുടെ സൈഡിൽ നിന്ന് നോക്കിയേ വേണ്ട, ഇനി വേറെ OTT പ്ലാറ്റ്ഫോമിൽ ഇനി വരാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ഡിസ്നി പ്ലസിനകത്ത് ഇനി മാർവൽ കണ്ടൻറ്റൊക്കെ വരുന്നാലും ഇനി കുറച്ച് നാളെ കാണത്തുള്ളൂ. കാരണം അതിന് ശേഷം ഇപ്പം നമ്മുടെ ജിയോ ആയിട്ടുള്ള മെർജിന് ശേഷം ഇനി ഈ കണ്ടൻറ്റും കൂടെ എല്ലാം കൂടെ ഇനി ജിയോ സിനിമാസിനകത്തായിരിക്കും വരാനും പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴേ ഓൾറെഡി ഇപ്പോൾ ഡിസ്നി നമ്മുടെ മലയാളം ഡബ്ബ് നിർത്തിയിട്ടുണ്ട്. കാരണം വ്യൂസ് ഇല്ല, അതുകൊണ്ട് അവരുടെ ബഡ്ജറ്റ് കുറയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് മലയാളം ഡബ്ബ് അവർ ഓൾറെഡി കുറച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് പറയാനുമില്ല. അപ്പോൾ മാക്സിമം ഒഫീഷ്യലായിട്ടുള്ള അവരുടെ OTT പ്ലാറ്റ്ഫോമിൽ കയറി കാണുക എന്നുള്ള ഒറ്റ സംഭവം മാത്രമേ എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതേപോലുള്ള ഡബ്ഡ് കണ്ടൻറ്റിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്, കാരണം ഇപ്പോൾ ഓൾറെഡി പ്രൈം വീഡിയോയ്ക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളതും അതേപോലെ ഇനി വരാൻ പോകുന്നതായിട്ടുള്ള പുതിയ ഡബ്ഡ് മൂവീസ് സീരീസിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ലിസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാനപ്പോൾ ഇതുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ബൈ ഗൈസ്.